കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹമാണ് കലവൂരിൽ നിന്ന് കിട്ടിയതെന്ന് മകൻ രാധാകൃഷ്ണൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം അൽ അമീൻ ഉണ്ട് കലവൂരിൽ നിന്ന്. അൽ അമീൻ, അവിടെ കൊണ്ട് കുഴിച്ചിട്ടത് ഷർമിളയും മാത്യൂസും തങ്ങളുടെ വീട്ടിൽ കുഴിച്ചിട്ടത് സുഭദ്രാമയെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണോ? മകൻ രാധാകൃഷ്ണ മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിൽ സംഭവ സ്ഥലത്തെത്തിയാണ് മൃതദേഹം കണ്ട് അത് പോലീസുകാരോട് അമ്മയാണ് സുഭദ്രയാണെന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോൾ അതിനുശേഷം ആ മകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അന്വേഷണ സംഘം. സ്ഥിരീകരിച്ചതിന് ശേഷം മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു സ്ഥിരീകരണം അനിവാര്യമായിരുന്നു. അതിനുവേണ്ടിയാണ് ആലപ്പുഴയിൽ നിന്ന് മക്കളെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചത്. 2 ആൺമക്കൾ ഇവിടെ എത്തിയിരുന്നു. അതിൽ മൂത്ത മകൻ രാധാകൃഷ്ണൻ മാത്രമാണ് ഈ മൃതദേഹം കാണുന്നതിനും ഈ സംഭവ സ്ഥലത്തേക്ക് വന്നത്. ഇളയ മകൻ സംഭവ സ്ഥലത്തേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു. മൂത്തയാൾ വന്ന് മുഖമൊക്കെ കണ്ട് ശരീരമൊക്കെ കണ്ടതിന് ശേഷം അത് തന്നെയാണ് ഏകദേശം അമ്മയ്ക്കുണ്ടായിരുന്ന ഈ കാൽമുട്ടിലൊക്കെ ഈ മുട്ടുവേദനയ്ക്ക് വരുമ്പോൾ നമ്മൾ ബെൽറ്റ് പോലെ കെട്ടാറുണ്ട്. അതൊക്കെ ഈ മൃതദേഹത്തിലുമുണ്ട്. അങ്ങനെ അത് കണ്ട് അമ്മയാണ് എന്ന് രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞു, സ്ഥിരീകരിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് സുജയ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ മൃതദേഹം ഒരുപാട് നേരമായി പുറത്തേക്ക് എടുത്തിട്ട് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കുടുംബക്കാരെത്തിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിപ്പോൾ സ്ഥിരീകരിച്ചതിന് ശേഷം മാറ്റുന്നു. ഇനി സ്വാഭാവികമായും DNA പരിശോധന ഉൾപ്പെടെയുള്ള മറ്റ് പരിശോധനകളും മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുക. ഏതാണ്ട് അവർക്ക് ഉറപ്പാണ്. പക്ഷേ എന്നാലും അതിന് സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പോലീസിന് ഔദ്യോഗികമായി അത്തരമൊരു കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണം നൽകാനാവുകയുള്ളൂ. അതിന് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തി മറ്റ് DNA പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട്. അതാണ് ശേഷിക്കുന്നത്. ഒപ്പം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏത് തരത്തിലാണ് സുഭദ്ര കൊല്ലപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് കാണാതായത്. അതായത് 4-ാം തീയതി കാണാതായി. അലമീൻ അവിടെ എത്തുമ്പോൾ അവസാനമായി സുഭദ്രാമ്മ ഈ ഇല വെട്ടാൻ പോകുന്നത് അയൽവാസികൾ കണ്ട ദിവസം ഏതാണ്? അതിനുശേഷം പിന്നീട് അവിടെ ആരും ഇവരെ കണ്ടിട്ടില്ലേ? സുജയ, ഈ ഇല വെട്ടാനായി അവർ വന്നത് ഈ സംഭവം നടക്കുമ്പോഴല്ല. അതായത് ഓഗസ്റ്റ് 4-ന് കാണാതാവുന്നു. അതിന് 2 ആഴ്ച മുൻപാണ് സുഭദ്രാമയെ ഇവിടെ കണ്ടതായി അംഗൻവാടി ടീച്ചർ പറയുന്നത്. പക്ഷേ ആ ദിവസം കൃത്യമായി അവർ ഓർമ്മിക്കുന്നില്ല. പക്ഷേ സെപ്റ്റംബർ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ അല്ല, അതിന് 2 ആഴ്ച മുമ്പാണ് എന്നുള്ളതാണ് ഈ അംഗൻവാടി ടീച്ചർ നമ്മളോട് പറഞ്ഞത്. കൃത്യമായ ഒരു ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ദിവസം ഓർത്തെടുക്കാൻ അവർക്ക് സാധിക്കുമെന്നില്ല. ആ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അംഗൻവാടി. നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ദൃശ്യം കൂടി കാണിച്ചു തരാം. ആ വീട്ടിൽ നിന്ന് പുറത്ത് ഈ അംഗൻവാടി കടന്നു വേണം ആ വീട്ടിലേക്ക് പോകാൻ. അവിടെ നിന്ന് വാഴയില വെട്ടാനായിട്ട് നമുക്കിപ്പോഴും കാണാം ആ പറമ്പിലൊക്കെ വാഴയിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ വാഴയില വെട്ടാനായി വന്നപ്പോഴാണ് ഈ സുഭദ്രയെ അംഗൻവാടി ടീച്ചർ കാണുന്നത്. അപ്പോൾ നേരത്തെ പരിചയമില്ലാത്തത് കൊണ്ട് എന്തിനു വന്നു, ആരാണെന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഷർമിളയുടെ വീട്ടിൽ വന്നതാണ് എന്ന്. അതായത് ഈ ഓഗസ്റ്റ് 3-നല്ല, ഓഗസ്റ്റ് 4-നല്ല, അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ അല്ല, ഓഗസ്റ്റ് മാസത്തിനും ഏതാണ്ട് 2-3 ആഴ്ച സുഭദ്ര ഈ കലവൂരിൽ വരാറുണ്ടായിരുന്നു. ഷർമിളയുമായി അടുത്ത് പരിചയമുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് ക്ഷേത്രങ്ങളിൽ പോകുന്നതോ അങ്ങനെ ഇവർ തമ്മിലൊരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പല്ലേ അല്ലമീൻ? ഈ പ്രതികരണങ്ങളിൽ നിന്ന് അങ്ങനെ തന്നെ വേണം സുജിയ മനസ്സിലാക്കുന്നതിന്. കാരണം ഒരു പരിചയവുമില്ലാതെ നേരത്തെ ഒരുപക്ഷെ ഇപ്പോൾ വന്നിട്ടുണ്ടാവുകയും അത്തരത്തിൽ ഏതെങ്കിലും യാത്ര ആസൂത്രണം ചെയ്തിട്ടോ മറ്റൊക്കെ ആയിരിക്കണം ഇപ്പോഴും വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പരിചയവും ഒരു ബന്ധവുമില്ലാതെ ഒരു വീട്ടിൽ വന്നൊക്കെ താമസിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ പുറത്ത് വന്ന CCTV ദൃശ്യങ്ങളിൽ അവർ നടന്നു വരുന്ന ആ ശരീരഭാഷയ്ക്ക് കാണുമ്പോൾ തന്നെ അറിയാം പരിചിതരായിട്ടുള്ള ആളുകളെ പോലെ തന്നെയാണ് അവർ നടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും അവർ നേരത്തെ തന്നെ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നുള്ളത് ഈ അംഗൻവാടി ടീച്ചറുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. അതിന് മുൻപോ ശേഷമോ, ഈ സംഭവത്തിനും ശേഷം പിന്നീട് അതായത് നേരത്തെ മുമ്പ് കണ്ടതിന് ടീച്ചർ കണ്ടിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പക്ഷേ മറ്റു പല ആളുകളും ഈ ദിവസം കലവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അലമീൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമീൻ തുടർന്നോളൂ. ഇടയ്ക്കൊന്ന് തടസ്സം വന്നപ്പോൾ ഇടപെട്ടതാണ്. സുജയ, മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള മറ്റ് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കുടുംബാംഗങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു പോലീസ്. മകൻ വന്നതിന് ശേഷം നമ്മളെ മകൻ്റെ പ്രതികരണത്തിലേക്കൊന്നും പോയില്ല. കാരണം ആ സമയത്തുള്ള മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും അവർ വന്നു.
SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഉണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ മൃതദേഹം കണ്ടു. വലിയ താമസമൊന്നും എടുത്തില്ല. കാരണം ഈ ഉപ്പ് രസമുള്ള മണ്ണാണ്. നമുക്കറിയാം ആലപ്പുഴയുടെ ഒരു സ്വഭാവവും അവിടെ മണ്ണിൻ്റെയൊക്കെ ഒരു പ്രകൃതിയൊക്കെ നമുക്കറിയാം. ഉപ്പ് രസമുള്ള മണ്ണായതുകൊണ്ട് തന്നെ മൃതദേഹം അധികം ഡീക്കോ ആയി പോയിട്ടില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഡീക്കോ ആയിട്ടില്ല മൃതദേഹം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇത് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ പറയുന്നത് നേരത്തെ സുഭദ്രയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ചിത്രങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുമല്ലോ. അപ്പോൾ ആ ചിത്രവും ആ ഫോട്ടോ കണ്ട പരിചയവും ഒപ്പം ഈ മൃതദേഹം കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാനായി എന്നുള്ളതാണ് ഇവിടുത്തെ SI ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് രാധാകൃഷ്ണൻ വന്ന് കാണുമ്പോഴും അധികം ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അധികം സംശയങ്ങളൊന്നും പറഞ്ഞില്ല. അമ്മ തന്നെയാണ്. അമ്മയുടെ ശരീരത്തുണ്ടായിരുന്ന അടയാളങ്ങൾ പലതും അദ്ദേഹം സ്ഥിരീകരിച്ചു. അത് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. അതിൽ കൂടുതൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത് മറ്റൊരു ബന്ധുവിൻ്റെയോ മറ്റൊരു മകൻ്റെയോ അഭിപ്രായം തേടുകയോ ഒന്നും വേണ്ടി വന്നില്ല. കണ്ടപ്പോൾ തന്നെ അത് സുഭദ്രയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ മകൻ രാധാകൃഷ്ണന് സാധിച്ചു. അതിനുശേഷം അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് മൃതദേഹം ബാഗിലാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. മകൻ സ്ഥിരീകരിച്ചു എന്നുള്ളത് ഒരു കടമ്പയാണ്, ഒരു ഘടകമാണ്. ഇനിയും പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് സുജയ. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയുള്ളൂ. എന്ന് മാത്രമല്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഇതിൻ്റെ മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുക. നമുക്ക് ഇപ്പോൾ പങ്കുവയ്ക്കാനാകുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതായത് ഈ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന ഷർമിളയും മാത്യൂസും അവർ കേരളം വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുമുണ്ട് എന്നതാണ്. എവിടെയാണ് എന്നുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു വിവരം അന്വേഷണ സംഘം പങ്കുവെക്കുന്നുമില്ല. അത് സ്വാഭാവികമായും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ സ്ഥലം അവർ പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇല്ല എന്നുള്ളത് അവരിപ്പോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും സംസ്ഥാനം വിട്ടിട്ടുണ്ട്. അത് എവിടെയാണ് എന്നുള്ളൊരു വിവരം ലഭ്യമായിട്ടില്ല. ഏതായാലും ഇവർക്ക് സംശയമുള്ള അന്വേഷണ സംഘത്തിന് സംശയമുള്ള ഇടങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനോടകം പോയിട്ടുണ്ട്. പക്ഷേ സംശയിക്കുന്ന സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥർ എത്താൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്ന് മാത്രമല്ല ഇവർക്ക് മംഗലപുരത്തും ഉടുപ്പിയിലുമൊക്കെ ബന്ധങ്ങളുണ്ട്. തെലുങ്ക് ഭാഷയൊക്കെ നന്നായി സംസാരിക്കുന്നു എന്നൊക്കെ നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും അവർക്ക് ആ അർത്ഥത്തിൽ അവിടേക്ക് ബന്ധങ്ങളുണ്ടാകാം. അവിടേക്ക് കടക്കാനുള്ള സാധ്യത ഇനി അവിടെ തന്നെയുണ്ടോ മറ്റിടത്തേക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ള അടക്കം ഏറെ പ്രധാനമാണ്. കാരണം ഈ സുഭദ്രയെ കാണാതായി എന്നുള്ള മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെ ഈ വീട്ടിലേക്ക് കലവൂരിലെ ഈ വീട്ടിലേക്ക് ഇവർ എത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ ഇവർ ഇവിടെ എത്തിയെന്ന് മറ്റ് പരിസരവാസികളൊക്കെ സാക്ഷ്യപ്പെടുത്തിയതിന് പിന്നാലെ ഈ ഷർമിളയെയും അതുപോലെ തന്നെ മാത്യൂസിനെയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുന്നതിന് പോലീസ് ബന്ധപ്പെട്ടിരുന്നു, വിളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ പിന്നീട് വരാമെന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. വന്ന് വിവരം നൽകുകയോ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒഴിഞ്ഞു മാറുന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. സ്വാഭാവികമായും അവർ കാര്യത്തിൽ ഒരു പങ്കില്ല എങ്കിൽ ഒരു അർത്ഥമില്ല എങ്കിൽ എന്തുകൊണ്ട് തുടരുക. ഇപ്പോൾ കൊല്ലപ്പെട്ടത് സുഭദ്ര തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നാട്ടുകാരും ഞെട്ടലോടെയാണ് അവിടെ എത്തി ഈ മൃതദേഹം കുഴിച്ചെടുക്കുന്ന നടപടികൾക്കൊക്കെ സാക്ഷിയായത്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്ന കടവന്ത്രയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അടുപ്പത്തിലൂടെ അവിടെ എത്തിച്ചതാകണം. കലവൂരിൽ നിന്ന് ഇപ്പോൾ ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മാത്യൂസും ഷർമിളയും ഒളിവിലാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം.